നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ തന്നെ വീണയ്ക്ക് നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകുമെന്നാണ് സൂചന. കാരണം ഇനി നേരിട്ട് ഹാജരാകാതെ പറ്റില്ല. കഴിഞ്ഞ ദിവസം വളരെ സമാധാനപരമായിട്ട് ED റെയ്ഡിനായിട്ട് എത്തിയപ്പോൾ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ എന്താണ് എന്നുള്ളത് കേന്ദ്രത്തെ അടക്കം റിപ്പോർട്ട് നൽകി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വീട്ടിൽ വീണ്ടും ഒരു റെയ്ഡിനെത്തുമ്പോൾ മുഴുവൻ സന്നാഹങ്ങളുമായിട്ടായിരിക്കും ED എത്തുക. ഇത്തവണ വളരെ കുറച്ച് CRPF ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു EDക്കൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പുറത്തിറങ്ങാൻ ED ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെ വന്നതും അവർക്ക് പരിക്ക് പറ്റിയതടക്കം കേരളം കണ്ടതാണ്. അതുകൊണ്ട് ഇനി കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി യാതൊരു വിട്ടുവീഴ്ചയും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഉറപ്പായിട്ടും വീണയോട് നേരിട്ട് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തന്നെയായിരിക്കും ED ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെയും വീണയുടെ വസതികളിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ബാങ്ക് രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശദമായ വിശകലനം പൂർത്തിയായ ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശന വകുപ്പുകൾ ചുമത്തിയുള്ള കേസായതിനാൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED കടക്കാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED മരവിപ്പിച്ച സ്വത്തുക്കൾ സ്വകാര്യ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഭാഗമായുള്ള ലോക്കറാണ് പരിശോധിക്കുന്നത്. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ തുടർ നടപടിയുടെ ഭാഗമായി അവരുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന നടപടിയാണിത്. വീണയുടെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വൈകാതെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. വീണയുടെയും എക്സാലോജിക് കമ്പനിയുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് CMRL കമ്പനിയായിരുന്നുവെന്ന് SFIO റിപ്പോർട്ടിൽ പറയുന്നു. കൺസൾട്ടമെന്റ് എന്ന നിലയിൽ വീണയ്ക്ക് മാത്രം 2016-17 മുതൽ 2020-21 വരെ CMRL നൽകിയത് 2,07,00,000 രൂപയാണ്. എക്സാലോജിക്കിന് 2017 മുതൽ 2018, 2018-2019 സാമ്പത്തിക വർഷങ്ങളിലായി 71 ലക്ഷം നൽകി. വീണയും എക്സാലോജിക്കുമായുള്ള കരാറുകൾ CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞിട്ടില്ല. വീണയും CMRLുമായി 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെ 93 ഇമെയിലുകൾ അയച്ചതിന്റെ ഉള്ളടക്കം പണമിടപാട് സംബന്ധിച്ച ഇൻവോയ്സ് മാത്രമായിരുന്നു. കമ്പനിക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. CMRLിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്ന 2019 ജാനുവരിയോടെ എക്സാലോജിക്കിന്റെ ഇൻവോയ്സുകൾ ഫയലിൽ രേഖപ്പെടുത്തുന്നത് CMRL അവസാനിപ്പിച്ചു. എന്നാൽ IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് 2020 ഏപ്രിൽ വരെ ഇൻവോയ്സ് അനുസരിച്ച് പണം നൽകിയിരുന്നു. പ്രധാന വരുമാനം നിലച്ചതിനാലാകാം 2021-22 ആയപ്പോഴേക്കും എക്സാലോജിക്ക് നഷ്ടത്തിലായി. കേസിലെ പ്രധാന കണ്ണിയായ വീണയ്ക്കൊപ്പം CMRL കമ്പനി MD SN ശശീന്ദ്രൻ കർത്ത, മകൻ ശരണസ് കർത്ത, കമ്പനിയിലെ സാമ്പത്തിക IT വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ED ഒരേ സമയം ചോദ്യം ചെയ്യും. വീണയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താൻ ഇവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനും ED ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് പല നിർണായക വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. ഡിജിറ്റൽ ലോക്കറുകളുടെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ളവ തുറന്ന് പരിശോധിക്കുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. വീണയുടെ നീക്കങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. പിണറായി വിജയനും നിയമവിദഗ്ധരുമായി ചർച്ച തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി CMRLുമായി ബന്ധപ്പെട്ട 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18,36,00,000 രൂപയുടെ നിക്ഷേപങ്ങൾ ഇതിനകം തന്നെ ED മരവിപ്പിച്ചിട്ടുണ്ട്. ശശീന്ദ്രൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും കമ്പനി ഉന്നതരുടെയും അക്കൗണ്ടുകളാണ് ഇതിൽ ഭൂരിഭാഗവും. എന്നാൽ ഈ കൂട്ടത്തിൽ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നു എന്നത് ED വൃത്തങ്ങൾ നൽകുന്ന വലിയ സൂചനയാണ്.
ഇതിനു പുറമെ വീണയുടെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂരിലെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജാനുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. കമ്പനി രേഖകളിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചിലവുകൾ അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലൊരു പ്രധാന പങ്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. യാതൊരുവിധ IT കൺസൾട്ടൻസി സേവനങ്ങളും നൽകാതെയാണ് CMRL എക്സാലോജിക്കിന് 2,78,00,000 രൂപയുടെ വ്യാജ പേയ്മെന്റുകൾ നൽകിയതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ ശശീന്ദ്രൻ കർത്തയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിലേക്ക് വൻ തോതിൽ പണം എത്തിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജി കമ്പനിക്ക് ഈ സ്ഥാപനം 50 ലക്ഷം രൂപ വായ്പയായി നൽകിയിരുന്നു. കോർപ്പറേറ്റ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തിയ ഈ ഇടപാടുകൾക്ക് പിന്നിൽ കൃത്യമായ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് ED കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കക്ഷികളെ നേരിട്ട് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങാൻ ED ഒരുങ്ങുന്നത്. അതിനിടെ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെയും വീണ വിജയന്റെയും വീട്ടിൽ നടന്ന ED റെയ്ഡിന് പിന്നാലെ ഉണ്ടായ കനത്ത ആക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ കാറുകൾ തകർക്കുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും CRPF ജവാന്മാരും ഉദ്യോഗസ്ഥരും കടുത്ത സംയമനം പാലിച്ചതിനാലാണ് ക്രമസമാധാന നില പൂർണ്ണമായി തകരാതിരുന്നതെന്ന് കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ പ്രേരിത ശ്രമമുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ ഡയറിയിലെ പട്ടികയിൽ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുണ്ടെങ്കിലും അവരിലേക്ക് ഉടൻ അന്വേഷണം വ്യാപിപ്പിക്കില്ലെന്നാണ് ED നൽകുന്ന സൂചന. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നേരത്തെ തന്നെ തട്ടിപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തട്ടിയെടുത്ത ഈ പണം ഏതൊക്കെ വിദേശ ആഭ്യന്തര വഴികളിലേക്ക് പോയി എന്ന കാര്യത്തിലാണ് ഇനി EDയുടെ പ്രാഥമിക പരിശോധന. അതായത് ഈ പണം എന്ത് ചെയ്തു, അതാണ് ഇനി EDക്ക് അറിയേണ്ടത്. ഈ നിർണായക കേസ് പൂർണ്ണമായി അവസാനിപ്പിച്ച ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ. അതേസമയം തന്നെ കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയതിനെതിരെ CMRL ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി EDയുടെ അന്വേഷണ നടപടികൾ എത്രയും വേഗം തടയണമെന്നാണ് അപ്പീലിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കും. സിംഗിൾ ബെഞ്ചിന്റെ അനുകൂല ഉത്തരവിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വീടുകളിൽ ഉൾപ്പെടെ ED ഇരച്ചുകയറി റെയ്ഡ് നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് CMRL അപ്പീൽ വാദിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന തങ്ങളുടെ പ്രധാന ആവശ്യം കണക്കിലെടുക്കാതെ ED നൽകിയ സമൻസിനെ മാത്രമാണ് തങ്ങൾ ചോദ്യം ചെയ്തതെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ നിയമപരമായി നിലനിൽക്കില്ലെന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നു. കൂടാതെ PMLA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ FIR ആവശ്യമില്ലെന്ന കോടതിയുടെ നിരീക്ഷണവും തെറ്റാണെന്നും കമ്പനി വാദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ CPM പ്രവർത്തകരെ പ്രതികൾക്കായി വ്യാപക പരിശോധന നടക്കുന്നുണ്ട്. 200-ലേറെ പേരെയാണ് വധശ്രമം അടക്കമുള്ള കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ വാഹനങ്ങൾ ആക്രമിച്ച് 25ഓളം പേരുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏതാണ്ട് എല്ലാവരെയും ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അക്രമം നേരിട്ടതിൽ പോലീസ് വൻ പരാജയമായിരുന്നു എന്ന ആരോപണം ഉയർന്നതോടെയാണ് പ്രധാന പ്രതികളെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എല്ലാവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവരുടെ വീടുകളിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. മ്യൂസിയം പോലീസിനെ കൂടാതെ ഷാഡോ, ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റ് സ്റ്റേഷനുകളിലെ പോലീസുകാരും അടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ടീമുകളായി തിരിഞ്ഞാണ് പരിശോധന. സംഘർഷത്തിന് നേതൃത്വം നൽകിയ മുൻ കൗൺസിലർ IP ബിനു അടക്കം 18 പേർ ഇതുവരെ അറസ്റ്റിലായി. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് അധികൃതർ അറിയിച്ചു. പ്രതികളുടെ വീടുകൾ, സംശയകരമായ ബന്ധുവീടുകൾ, സിറ്റിയിലെ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധനകൾ നടത്തുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. എന്നാൽ IP ബിനു അടക്കമുള്ള ചിലർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്നാണ് സൂചന.